ലോകത്തറിയപ്പെട്ട എത്ര മഹാരഥന്മാരുടെ ചരിത്രം നമ്മൾ പഠിച്ചോ. ഒരിക്കലതാ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു കൂഫ പള്ളിയിലേക്ക് കടന്നു ചെല്ലുമ്പോ ആ പള്ളിയിൽ കുറെ ആളുകൾ ഇങ്ങനെ ചുറ്റുമിരുന്നിട്ടുണ്ട്. ഒരു നേതാവ് നടുവിലിരുന്നിട്ടുണ്ട്. എന്നിട്ട് കല്ലുകൾ ഇങ്ങനെ വെച്ചിട്ട് പറയുകയാ, നേതാവ് പറയുകയാണ്, കബ്ബിറൂ മിആ സബ്ബിഹൂ മിആ ഹല്ലിലൂ മിആ. നിങ്ങൾ തക്ബീർ 100 വട്ടം ചൊല്ലണം. അങ്ങനെ തക്ബീർ 100 വട്ടം ചൊല്ലണം. അങ്ങനെ തക്ബീർ അനുയായികൾ 100 വട്ടം ചൊല്ലുന്നു, തഹ്ലീൽ ചൊല്ലുന്നു. ഇത് കണ്ടുകൊണ്ടാ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു കയറി വന്നത്. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഇത് കണ്ട ഉടനെ തന്നെ നേരെ പോകുന്നത് എങ്ങോട്ടാണെന്നറിയുമോ? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്കാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അങ്ങ് കൂഫ പള്ളിയിൽ ഞാനൊരു കാര്യം കണ്ടിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങളൊന്ന് എന്റെ കൂടെ വളരെ വേഗതയിൽ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നേരെ ചെല്ലുകയാ. ആ പള്ളിയിലേക്ക് അങ്ങ് ചെന്നുകൊണ്ട് അവിടെ ഈ ചെയ്യുന്ന ഈ കാര്യം കണ്ടപ്പോ അവരോട് ചോദിക്കുകയാ, മുഹമ്മദിന്റെ ഉമ്മത്തെ, നിങ്ങൾ നശിച്ചു പോയല്ലോ, നിങ്ങൾ ഇത്ര പെട്ടെന്ന് നശിച്ചു പോയോ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരില്ലേ, അവരിന്നും ജീവനോടുകൂടി ഇവിടെ ബാക്കിയില്ലേ? ഹബീബിന്റെ പാത്രങ്ങൾ ഇതുവരെ പൊട്ടിപ്പോയിട്ടില്ലല്ലോ, ഹബീബിന്റെ വസ്ത്രങ്ങൾ ഇന്നുവരെ നുരുമ്പിപ്പോയിട്ടില്ലല്ലോ, ഇത്ര പെട്ടെന്ന് ഈ ഉമ്മത്ത് നശിച്ചു പോവുകയാണോ? ഉടനെ തന്നെ അവിടെ ഇരുന്ന് ചൊല്ലിയിരുന്ന ഒരാള് പറയുകയാ, യാ ഇബ്നു മസ്ഊദ്, അല്ലയോ ഇബ്നു മസ്ഊദേ, ഞങ്ങൾ ഒരിക്കലും നല്ലതല്ലാതെ ഉദ്ദേശിച്ചിട്ടില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഈ നന്മ നിങ്ങൾക്ക് മാത്രം കിട്ടിയാൽ മതിയോ? ഇത് കിട്ടാതെ മരിച്ചുപോയ എത്രയെത്ര ആളുകളുണ്ട്. സുബ്ഹാനല്ലാഹ്, നബിതങ്ങൾ പഠിപ്പിക്കാത്തൊരു കാര്യവും നമ്മൾ ചെയ്യാൻ പാടില്ല, ഹബീബ് കാണിക്കാത്തൊരു കാര്യവും ചെയ്യാൻ പാടില്ല. ആ പള്ളിയിലിരുന്നവർ വ്യഭിചരിക്കുന്നവരാണോ? ആ പള്ളിയിലിരുന്നവർ മദ്യപിക്കുന്നവരാണോ? അല്ലല്ലോ. എന്നിട്ടും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചൂടായതെന്തിനാ? ചൂടായത് നബി പഠിപ്പിക്കാത്തൊരു കാര്യം അവർ ചെയ്തതിന്റെ പേരിലാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന കാര്യങ്ങളില്ലേ, അത് നബിതങ്ങൾ പഠിപ്പിച്ചതല്ല, അവിടുത്തെ സ്വഹാബിമാര് പഠിപ്പിച്ചതല്ല, അവിടുത്തെ താബീഈങ്ങൾ പഠിപ്പിച്ചതല്ല. ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. നബിദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ വീടുകളിലും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മൗലിദിന്റെ കിതാബാണ് എന്റെ കയ്യിലുള്ളത്. ഈ മൗലിദിന്റെ കിതാബിൽ ഏറ്റവും സുപ്രധാനമായ ഒരു മൗലിദ് ഞാൻ പറയട്ടെ. അതേതാണ് മൗലിദെന്നറിയോ? മങ്കൂസ് മൗലിദ. മൗലിദിന്റെ ഏടുകളെന്ന് പറഞ്ഞാൽ തന്നെ പ്രിയപ്പെട്ടവരെ ചിന്തിക്കാനാ പറയുന്നത്. ഇതിൽ ശിർക്കിന്റെ വരികളുണ്ട്, ഇതിൽ കുഫറിന്റെ വരികളുണ്ട്, ഇതിൽ ഇസ്ലാമിന്റെ ചരിത്രങ്ങൾക്ക് നേരെ കൊഞ്ഞനം കുത്തുന്ന വരികളുണ്ട്, ഇത് ഇസ്ലാമിന്റെ ചരിത്രങ്ങൾക്ക് നേരെ സംശയം ജനിപ്പിക്കുന്ന വരികളുണ്ട്.